പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം 18 ഇന്ന് ഉസ്മാൻ തങ്ങളുടെ വഫാത്ത് ദിനമാണ്. ആരായിരുന്നു ഉസ്മാൻ തങ്ങൾ? ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. അതോടൊപ്പം ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പതിവാക്കിയിരുന്ന 2 ദിക്റുകൾ, ഇത് ചൊല്ലിയാൽ ഉറപ്പായും അവന് ഖബറിന്റെ അദാബുകളെ തൊട്ട് രക്ഷപ്പെടുമെന്ന്, സ്വർഗ്ഗം ഉറപ്പാണെന്ന് മാലിക് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ച അത്ഭുതത്തിന്റെ 2 ദിക്റുകൾ. അതുപോലെ മഹാനുഭാവന്റെ ജീവിതത്തിൽ നടന്ന ഒട്ടനവധി ഞെട്ടിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന സംഭവങ്ങളിലൂടെ ഒരല്പ യാത്രയാണ് ഇന്നത്തെ ഈ മജ്ലിസ്. ഇൻഷാ അല്ലാഹ് ഈ വഫാത്ത് ദിനത്തിൽ, ദുൽഹിജ്ജ മാസം 18 ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്ത് ദിനത്തിൽ മഹാന്റെ ജീവിതത്തിലൂടെ ഒരു എത്തിനോട്ടം അള്ളാഹു കബൂൽ സ്വീകരിക്കുമാറാകട്ടെ. ചരിത്രം കേൾക്കാൻ ഇഷ്ടമുള്ളവർ ഇൻഷാ അല്ലാഹ് ശ്രദ്ധയോടെ കേൾക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? അള്ളാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലുമെല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്, നമ്മളെ മജ്ലിസ് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ഒരു ആശയത്തിലൂടെ, ഒരു സന്ദേശത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സമയത്ത് കൂടുതൽ ചരിത്രം നമ്മളിന്ന് പഠിക്കാൻ എന്ന് വെച്ചാൽ, ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം 18ാമത്തെ പകലാണ്. ഈ 18ാമത്തെ പകലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ദിനമാണ്. ആരാണ് ഉസ്മാൻ തങ്ങൾ? എന്താണ് ജീവിതം? എന്തായിരുന്നു ജീവിതം? എന്താണ് ലക്ഷ്യം എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. തയ്യാറല്ലേ? ചരിത്രം കേൾക്കാൻ ഇഷ്ടമല്ലേ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ചരിത്രം കേൾക്കാൻ ഇഷ്ടമല്ലേ? ഉസ്താദേ, ചരിത്രം വേണം, ചരിത്രം കേൾക്കാൻ ഇഷ്ടമാണെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. നമ്മളെല്ലാ ആഴ്ചകളിൽ ഒരു ദിവസം ചരിത്രം മാത്രം പറയുന്ന രീതിയാണ്. ഇന്ന് നമ്മൾ പഠിക്കുക ഉസ്മാൻ തങ്ങളുടെ വഫാത്ത് ദിനമാണ്. ഇന്ന് ഞങ്ങൾ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം കേൾക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കമന്റ് ചെയ്ത് അള്ളാഹു പൊരുത്തം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആനക്കലഹ വർഷം കഴിഞ്ഞ് 6ാമത്തെ വർഷം ത്വായിഫിൽ അർവ എന്നവരുടെയും അഫ്ഫാൻ ബിൻ അബുൽ ആസ് എന്നവരുടെയും മകനായിട്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഇവിടെ ത്വായിഫിലാണ് ജനനം. അർവ എന്ന ഉമ്മയുടെ പേര്, അതുപോലെ അഫ്ഫാൻ ബിൻ അബുൽ ആസ് എന്നാണ് വാപ്പാന്റെ പേര്. അങ്ങനെ മഹാനുഭാവൻ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 40ാമത്തെ വയസ്സിൽ നബിതങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുകയും നബിതങ്ങളെ കൊണ്ട് ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുകയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നല്ല കൂട്ടുകാരാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉസ്മാനെ, നീ ആദരിക്കുക, നീ ബഹുമാനിക്കുക, നീ സുജൂദ് ചെയ്യുക, നീ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ബിംബങ്ങളെയാണ്. അതിനെ നീ നിരാകരിക്കണം, അതിനെ നീ തള്ളിക്കളയണം. പകരം അല്ലാഹ് എന്ന് പറയുന്ന ഒരു അല്ലാഹു എന്ന് പറയുന്ന സൃഷ്ടാവ് കടന്നു വന്നിട്ടുണ്ട്. അല്ലാഹു എന്നൊരു സൃഷ്ടാവുണ്ട്. അതിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രവാചകനുണ്ട്. നമുക്കൊരു മതമുണ്ട്. ആ മതം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ പഠിപ്പിച്ചെന്ന മതമാണ്. ഏതെന്നല്ലേ? ആദം നബി മുതലഹദവനേകിയ ജീവിത പദ്ധതിയാണിസ്ലാം. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പൂർത്തിയാക്കിയ ദീനിസ്ലാം. ഈ ദുനിയാവിൽ സൃഷ്ടികളെല്ലാവർ കീഴ്വണങ്ങിയിടുന്നുണ്ട് അതവനെ. അവനെ അനുസരിച്ചിടണം അതുവഴി, അതിനാൽ നൽകിയ ദീനിസ്ലാം. ആദം നബി മുതലഹദവനേകിയ ജീവിത പദ്ധതിയാണിസ്ലാം. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പൂർത്തിയാക്കിയ ദീനിസ്ലാം. മഹാനായ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, സുമാനെ, സത്യം നീ മനസ്സിലാക്കണോടോ? യഥാർത്ഥ സൃഷ്ടാവ് പടച്ചവനാണ്, അവന്റെ ദൂതൻ മുത്തുനബി തങ്ങളാണ്, ഇസ്ലാം ദീനാണ്. ഇത് പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്തൊരു ടെൻഷൻ, ചിന്തയാണ്. ഇത് ശരിയാണോ? എന്താണ്? കാണുമ്പോ പറയും. ഒരു ദിവസം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ തങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുവഴി ആദരവായ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ
തങ്ങളെ കണ്ടപ്പോ നബി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞു, സുമാനെ, സത്യം നീ തിരിച്ചറിയണം, അള്ളാനെ തിരിച്ചറിയണം, ഞാൻ അള്ളാന്റെ റസൂല, പരിശുദ്ധമായ ദീൻ അള്ളാന്റെ മതമാണെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ തങ്ങൾ പറയാ, പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, ഞാൻ അപ്പോഴും തന്നെ പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അങ്ങനെയാണ് മുത്തുനബി തങ്ങളുടെ നാവ് കൊണ്ടാണ് ദീനെ പരിചയപ്പെടുത്തിയപ്പോ മഹാനായ അബൂബക്കർ തങ്ങളുടെ സാന്നിധ്യത്തിൽ ആ പ്രബോധന പ്രചാരക പോരാട്ട ഭൂമികയിൽ മുത്തുനബി തങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രത്തോളം എന്ന് പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്ന് നബി തങ്ങളുടെ വാക്ക് കേട്ട് മുസ്ലിമായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ മുസ്ലിമായി എന്നറിഞ്ഞപ്പോ, പുതിയ മതമാകുന്ന ഇസ്ലാമിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോ, ത്വായിഫിലെ മക്കയുടെ വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ. ഉസ്മാൻ തങ്ങളെ പുകയിലിട്ടു എന്നാണ്. പുകയിലിട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാഴക്കൊലയൊക്കെ പഴുക്കാൻ വേണ്ടി ചൂളക്കിടൂലേ, അതുപോലെ വലിയ തീക്കുണ്ടാരം ഒരുക്കിയിട്ട് അതിൽ നിന്ന് ഉയരുന്ന പുക കൊള്ളിച്ചു എന്നാണ്. പുക കൊണ്ട് ശരീരം മുഴുവനും പൊള്ളി വല്ലാതെ ബുദ്ധിമുട്ടും അസഹനീയമായ വേദനയും ഉണ്ടാക്കിയപ്പോഴും വിളിച്ചു പറഞ്ഞത് റളീതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാ എന്നാണ്. എന്തൊരു ഈമാനം നോക്കിയേ! വിശ്വാസം സ്വീകരിച്ച ഉടനെയാണ്. നമ്മളാണെങ്കിലോ, നമ്മൾ ഓരോ ചരിത്രങ്ങൾ വെറുതെ കേട്ട് കളയാനുള്ളതല്ല. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, പ്രയാസം വന്നാൽ നമ്മൾ ഇസ്ലാം മതത്തിനെ തള്ളിക്കളയാൻ നമ്മൾ തയ്യാറാ. ഞാൻ നിസ്കരിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ വന്നേ എന്ന് നമ്മൾ ചിന്തിക്കും. ഉസ്മാൻ തങ്ങളും ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ, എന്നിട്ട് പോലും പറഞ്ഞത് റളിയതു ബില്ലാഹി റബ്ബ, എനിക്ക് എന്റെ റബ്ബിനെ തൃപ്തിയാണ്, റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ദീൻ എനിക്ക് മതി, വബി മുഹമ്മദി നബിയ, മുത്തുനബി തങ്ങൾ മതി എന്ന് പറഞ്ഞു എന്നാണ് ചരിത്രം. അതുപോലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം പറയുകയാണ്. ഉസ്മാൻ തങ്ങൾ അത്രമാത്രം ത്യാഗം അനുഭവിച്ചു. ഇസ്ലാമിന്റെ പ്രബോധന പ്രചാരക പോരാട്ട ഭൂമികയിൽ ശത്രുക്കളെ വല്ലാതെ ആക്രമിച്ചു. മഹാരഥന്മാരാകുന്ന സ്വഹാബത്തിൽ ഉപദ്രവിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ഉപദ്രവിച്ചു. ഇൻഷാ അല്ലാഹ് ബിലാൽ റളിയല്ലാഹു ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ചുട്ടുപഴുത്ത കമ്പി പഴിപ്പിച്ച് വെച്ചപ്പോ നബി തങ്ങളുടെ ചാരത്ത് വന്ന് പറഞ്ഞു, നബിയെ, അള്ളാന്റെ റസൂലെ, ശരീരത്തും പൊള്ളിപ്പിച്ചിട്ട് വെന്തുരുകുന്ന മണം, ആ ദുർഗന്ധം, ശരീരത്തിന്റെ പച്ച മാംസം കരിഞ്ഞ ആ ഒരു വാസന മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. പ്രശ്നമില്ല നബിയെ, സ്വർഗം കിട്ടിയാൽ മതി എന്നാ പറഞ്ഞേ. ആ ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെ ശത്രുക്കൾ ആക്രമിച്ചപ്പോ ആദ്യമായി അബിസീനിയിലേക്ക് ഹിജറ പോയപ്പോ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഹിജറ പോകാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ. ചരിത്രത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്ക് ദുന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങൾക്ക് ഉടമസ്ഥനെന്ന് പേരുണ്ട്. എന്താണ് അതിന് കാരണം? മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പറഞ്ഞു, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്ക് രണ്ട് പ്രകാശം എന്ന ദുന്നൂറൈൻ, രണ്ട് പ്രകാശം എന്ന പേര് പറയാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നബി തങ്ങളുടെ രണ്ട് മക്കളെ വിവാഹം ചെയ്തിട്ടുണ്ട്. ആര്? മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ. ആദ്യമായി റുഖിയ ബീബി റളിയല്ലാഹു തആല വിവാഹം ചെയ്തു. അള്ളാന്റെ റസൂലിന്റെ അനുമതിയോടെ, അള്ളാന്റെ കൽപ്പനയോടെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ റുഖിയ ബീബി വിവാഹം ചെയ്ത് സന്തോഷകരമായ ജീവിതം നയിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ മഹാനായ ഹിജറ വർഷം 2-ാം വർഷം മഹദിയായ റുഖിയ ബീബി രോഗിയായി. ആനന്ദകരമായ, ആഹ്ലാദകരമായ, മാതൃകാപരമായ ദാമ്പത്തിക ജീവിതമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ. പലപ്പോഴും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുടുംബ ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്റെ ഉസ്മാന്റെയും എന്റെ റുഖിയ ബീബിയുടെയും കുടുംബജീവിതം കണ്ട് പഠിക്കട്ടെ എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം സന്തോഷമാണ്. അള്ളാന്റെ റസൂൽ ഒരിക്കൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ ഭാര്യയാകുന്ന, തന്റെ മകളാകുന്ന റുഖിയ ബീബി, അതായത് ഉസ്മാൻ തങ്ങളുടെ ഭാര്യയാകുന്ന റുഖിയ ബീബി മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ കുളിപ്പിക്കാണ്. തലയിലൂടെ ഇങ്ങനെ വെള്ളം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന്. അത്രമാത്രം ജീവിതത്തിൽ സന്തോഷവും സമാധാനമായിരുന്നു എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ റുഖിയ ബീബി രോഗിയായി. ഹിജറ വർഷം 2-ാം വർഷം. ഹിജറ വർഷം 2-ാം വർഷത്തിൽ പ്രത്യേകതയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു പ്രഖ്യാപനം നടന്ന, ഒരു അവിസ്മരണീയമായ റബ്ബിന്റെ സഹായം നടന്ന ഒരു വർഷമാണ്. ഏതാണ്? ബദർ യുദ്ധകാലം തന്നിൽ പടവെട്ടി വിജയിച്ച ബഹുമാന്യ ശൂഹദാഉൽ ബദരിങ്ങളെ, ഉദികത്തു ഇസ്ലാമിൽ ഉയർമാലും കൊടുത്തുള്ള ഉദിക പൂംപൂലികളാം ബദരിങ്ങളെ.
ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പരിശുദ്ധം ബദർ യുദ്ധം കടന്നു വന്നപ്പോൾ ഭാര്യ രോഗിയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഉസ്മാനെ നീ വരണ്ട, ബദർ യുദ്ധത്തിൽ നീ വരണ്ട, ഭാര്യയ്ക്ക് ഖിദ്മത്ത് എടുക്കുക. സ്വഹാബത്ത് നബി തങ്ങളും ബദർ യുദ്ധത്തിന് പോയി മടങ്ങി വന്നപ്പോൾ റുഖയ്യ ബീവി മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോൾ സങ്കടത്തോടെ നൊമ്പരത്തോടെ വല്ലാതെ ടെൻഷനിക്കുന്ന ഉസ്മാൻ തങ്ങളെ തട്ടിപ്പിടിച്ച് നബി തങ്ങൾ ചോദിച്ചു, ഉസ്മാനെ എന്താപ്പ നിന്റെ സങ്കടം? ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? നബിയെ, ഒരു പ്രവാചകനും അനുയായിയും എന്ന നിലയിലപ്പുറം ഒരു മരുമകൻ അല്ലെങ്കിൽ ഒരു മകളെ വിവാഹം കഴിച്ച ആളെന്ന നിലയിൽ നബി തങ്ങളുടെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അത് ഞാൻ മുറിഞ്ഞു പോയില്ലേ നബി എന്ന് പറഞ്ഞു നബി തങ്ങൾ മിണ്ടാതിരുന്നാണ്. കുറേ നേരം മിണ്ടാതിരുന്നിട്ട് ഒരല്പസമയം കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, റുഖിയ ബീബിക്ക് നീ എന്ത് മഹറാണോ കൊടുത്തത് ആ മഹർ നിന്റെ കയ്യിലുണ്ടെങ്കിൽ എന്റെ ഇളയ മകളാകുന്ന ഉമ്മു കുൽസൂമിനെ നിനക്ക് വിവാഹം ചെയ്ത് തരാം. അങ്ങനെ അള്ളാന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹീ കൊണ്ട് വന്നത് കൊണ്ടാണ് അല്പസമയം മിണ്ടാതിരുന്നത് എന്നാണ് ചരിത്രം മനസ്സിലാക്കുക. അങ്ങനെ റബ്ബിന്റെ കൽപ്പനയോടെ 2 മക്കളെ വിവാഹം കഴിച്ച നബി തങ്ങളുടെ, അതുകൊണ്ടാണ് ദുന്നൂറൈൻ 2 പ്രകാശം എന്ന് പേര് വരാൻ കാരണം. അതല്ല, മറ്റൊരു കാരണം കൂടിയുണ്ട്. മഹാനവൻ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ രാത്രി മുഴുവനും നമസ്കാരവും ഖുർആൻ പാരായണവുമായിരുന്നു. രാത്രി നിസ്കാരം ഒരു പ്രകാശമാണ്, ഖുർആൻ ഒരു പ്രകാശമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പേര് വരാൻ കാരണമെന്നും ചരിത്രത്തിൽ കാണാം. അങ്ങനെ 2 പേര് ദുന്നൂറൈൻ 2 പ്രകാശത്തിനുടമയെന്ന ചരിത്രത്തിൽ പേര് കിട്ടിയത് മഹാനായ ഉസ്മാൻ അഫ്ഫാൻ തങ്ങൾക്കാണ്. മാത്രമല്ല നബി തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ആളാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ. ഒരിക്കൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബത്ത് എല്ലാവരും മദീന പള്ളിയിൽ ഇരിക്കാണ്. നിറഞ്ഞു കവിഞ്ഞ സദസ്സ്. നബി തങ്ങളുടെ ചുണ്ടിൽ നിന്ന് അധരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വിജ്ഞാനങ്ങൾ പെറുക്കിയെടുത്ത് ജീവിതത്തിന്റെ വല്ലാത്ത മേഖലകളിലേക്ക് ചേർത്തു പിടിച്ച് പടച്ചവന്റെ പരലോകത്ത് പരാജിതരുടെ പടുകുടിയിൽ പാത്രീഭവിക്കാതിരിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പർവ്വത സമാനമായ പ്രതിഫലം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സ്വഹാബത്തിനെ നോക്കിയിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഐന ഉസ്മാൻ, എന്റെ ഉസ്മാൻ എവിടെയാണ്? ആ സദസ്സിൽ നിന്ന് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ഞാൻ ഇവിടെ ഉണ്ട് നബിയെ. നബി തങ്ങൾ ചേർത്ത് പിടിച്ചു എന്നാണ്, കരഞ്ഞു എന്നാണ് നബി തങ്ങൾ. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? സ്വഹാബ, എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലെ കൂട്ടുകാരനുണ്ട്, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ ഹദീസ് മതി ഇന്നത്തെ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർക്ക് വലിയ സ്വർഗം കിട്ടാൻ, എന്റെ വാപ്പമാർക്ക് സ്വർഗം കിട്ടാൻ. നബി തങ്ങൾ പറഞ്ഞു, ആരൊരാൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ സ്നേഹിക്കുന്നുവോ, ആരൊരാൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ ഇഷ്ടപ്പെടുന്നുവോ, നിങ്ങൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം സ്വർഗമുണ്ട്, റബ്ബിന്റെ തൃപ്തിയുണ്ട്. ആര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് ദേഷ്യം വെക്കുന്നുവോ, ആര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് വെറുപ്പ് വെക്കുന്നുവോ, അവർക്ക് അല്ലാഹുവിന്റെ പൊരുത്തക്കേടുണ്ട്, നരകമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മഹാന്റെ വഫാത്ത് ദിനത്തിൽ ആ മഹാനെ ഓർത്തെടുക്കുകയാണ്, മഹാൻ നമ്മൾ സ്മരിക്കുകയാണ്, മഹാന് വേണ്ടി നമ്മൾ മഹാന്റെ മുൻനിർത്തി ചോദിക്കുകയാണ് അള്ളാഹിനോട്. അള്ളാഹു സദസ്സ് കബൂലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മഹാനുഭാവൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവാണ് ഇന്ന് കാണുന്ന പോലെ മദീന പള്ളി വിശാല വിസ്തൃതിയിലേക്ക് കൊണ്ടുവന്നത്. മുത്തനബി തങ്ങളെ വഫാത്തിന് ശേഷം അബൂബക്കർ തങ്ങൾ മദീന പള്ളി കൈവച്ചിട്ടില്ല, തൊട്ടിട്ടില്ല. അള്ളാന്റെ റസൂൽ ഉള്ളതുപോലെ തന്നെ കൊണ്ടുപോയി. ഉമർ തങ്ങൾ കുറച്ചൊക്കെ വിപുലപ്പെടുത്തി. പിന്നീട് കടന്നു വന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളാണ്. ഉസ്മാൻ തങ്ങൾ 6 വാതിലുകളും 160 മുഴം നീളവും 150 മുഴം വീതിയുമാക്കി മദീന പള്ളി വിപുലീകരിച്ചത്. ആദ്യമായി മദീന പള്ളി വിശാലമായ വിസ്തൃതിയോടെ വിപുലീകരണം നടത്തിയത് 6 വാതിലുകളും 160 മുഴം നീളവും 150 മുഴം വീതിയുമാക്കിയത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആയിരുന്നു എന്നാണ്. മാത്രമല്ല മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ജീവിതം ഇബാദത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഖബർ കണ്ടാൽ കരയും, ഖബർ കണ്ടാൽ കരയും. ചോദിച്ച് എന്തിനാ നിങ്ങൾ കരയണേ? നബി തങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു, നരകത്തെക്കുറിച്ച് പറഞ്ഞു, എന്നിട്ട് എന്തിനാ നിങ്ങൾ കരയാത്തെ? നിങ്ങൾ ഖബറെന്ന് കേട്ടാലേ നിങ്ങൾ കരയൂലേ? കണ്ട കര എന്താ കാരണം? മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ഖബർ എന്ന് പറഞ്ഞാൽ അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, നാളെ പടച്ചവന്റെ പരലോകത്തിലേക്ക് കടന്നു പോകുന്ന ഭവനങ്ങളിൽ ആദ്യത്തെ വീടാണ്. അതിലാര് രക്ഷപ്പെട്ടുവോ, പിന്നെ അങ്ങോട്ട് രക്ഷപ്പെട്ടു. അതിലാര് മോശക്കാരായോ കുടുങ്ങിയോ പിന്നെ അങ്ങോട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. എന്റെ അവസ്ഥ എന്താകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ എപ്പോഴും ചൊല്ലിയിരുന്നൊരു ദിക്റുണ്ട്, എപ്പോഴും ചൊല്ലിയിരുന്നൊരു ദിക്റുണ്ട്. ഈ ദിക്ർ പതിവാക്കിയാൽ നമുക്ക് രക്ഷ എന്താണെന്നറിയോ? ഒന്ന്, ഖബറിൽ അദാബില്ല. മറ്റൊന്ന്, അള്ളാഹു നാളെ പരലോകത്തിൽ ഒന്നും അവനെ ബുദ്ധിമുട്ടിക്കൂലെന്നാണ്. വെറുതെ പറഞ്ഞതല്ല. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം നമ്മുടെ 4 മദ്ഹബുകളിൽ ഒരാളാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഈ ദുആ പതിവാക്കി. മഹാനുഭാവൻ വഫാത്തായി. ഒരാൾ മാലിക് ഇമാമിനെ സ്വപ്നം കണ്ടു, ചോദിച്ചു, മഹാനെ നിങ്ങളുടെ അവസ്ഥ എന്താ? പറഞ്ഞു, ഉസ്മാൻ
ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ ചൊല്ലുന്ന ദിക്ർ ഞാൻ പതിവാക്കുമായിരുന്നു. അതുകൊണ്ട് അള്ളാഹു എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു വന്നു, എനിക്ക് സ്വർഗ്ഗമാണ്. ചോദിച്ചു ഏതാണ് ആ ദിക്ർ? മഹാൻ പറഞ്ഞു കൊടുത്തു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ എപ്പോഴും ചൊല്ലിയിരുന്ന ദിക്റാണ് സുബ്ഹാന ഹയ്യുൻ ലാ യമൂത്ത്, സുബ്ഹാന ഹയ്യുൻ ലാ യമൂത്ത്, സുബ്ഹാന ഹയ്യുൻ ലാ യമൂത്ത്, സുബ്ഹാന ഹയ്യുൻ ലാ യമൂത്ത്. എല്ലാവർക്കും കേട്ട പരിചയം. സുബ്ഹാന ഹയ്യുൻ ലാ യമൂത്ത്. പടച്ചവനെ, നീ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, നീ മരിക്കൂല. മയ്യത്ത് കാണുമ്പോ, ഖബർ കാണുമ്പോ, ജനാസ കൊണ്ടുപോകുന്ന കാണുമ്പോ, ഖബർ ഒക്കെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഇത് ദിക്ർ അധികരിപ്പിക്കും. മാലിക് ഇമാമും ഇത് ചൊല്ലിയിരുന്നു എന്നാണ്. ഖബർ ശിക്ഷയില്ലായിരുന്നു എന്നാണ്. ഖബറിന്റെ അദാബുകൾ രക്ഷപ്പെടുത്തി ഈ ഒരു ദിക്റിന്റെ മഹത്വം കൊണ്ട് ഇൻഷാ അല്ലാഹ് പതിവാക്കിക്കോളിൽ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ രണ്ട് ദിക്റുകൾ എപ്പോഴും പതിവാക്കിയിരുന്നു. ഒന്ന് സുബ്ഹാന ഹയ്യുൻ ലാ യമൂത്ത്, മറ്റൊന്ന് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഇത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഈ രണ്ട് ദിക്ർ പതിവാക്കിയ ദിക്റുകളാണ്. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇത് മതിയെന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മാത്രമല്ല അള്ളാനെ ഭയപ്പെട്ട് ജീവിച്ച മഹാനാണ്. മഹാനുഭാവന്റെ ഒരു അടിമയുണ്ടായിരുന്നു. ഒട്ടകത്തിന് പുല്ല് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യം ചെയ്തു. ഉടൻ തന്നെ തന്റെ ചെവിക്ക് പിടിച്ചു. അടിമയുടെ ചെവിക്ക് പിടിച്ച് തിരുകി. വേദന കൊണ്ട് അടിമ ഉറക്കെ കരഞ്ഞു. ഒരു അല്പസമയം കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, പടച്ചവനെ, ഞാൻ എൻ്റെ അടിമയെ വേദനിപ്പിച്ചെങ്കിൽ റബ്ബിന്റെ അടിമ ഞാനല്ലേ, എന്നെ വേദനിപ്പിക്കൂലേ എന്ന് ചിന്തിക്കാണ്. എന്നിട്ട് അടിമയോട് പറയുന്ന, മനുഷ്യ, എന്നോട് നീ ഒന്ന് പൊരുത്തപ്പെടുവോ, എന്നെ നീ ഒന്ന് ചേർത്ത് പിടിക്കുവോ? എനിക്ക് ദേഷ്യം വന്നപ്പോ നിന്റെ ചെവിയിലേക്ക് ഞാനൊന്ന് പിടിച്ചു പോയതാ. അതുകൊണ്ട് പൊന്നുമോനെ, നാളെ ഇത് നീ പരലോകത്തിലേക്ക് നീ മാറ്റിവെക്കല്ലടാ. അതുകൊണ്ട് ഉസ്മാൻ നിന്നോട് പറയുകയാണ്, നിന്റെ ചെവിയിൽ എങ്ങനെയാണോ ഞാൻ പിടിച്ചത്, നിനക്കെങ്ങനെയാണോ വേദനയെടുത്തത്, അതുപോലെ എൻ്റെ ചെവിയിലൊന്ന് പിടിച്ചെന്നെ വേദനിപ്പിക്കുവോ എന്ന് പറഞ്ഞു എന്നാണ്. അടിമ തിരിച്ചു പിടിച്ചു. ഇപ്പൊ ചിരിച്ചു എന്നാണ്. പടച്ചോനെ, ഇനി എനിക്ക് പരലോകത്തിൽ ഈ പേരിൽ വിചാരണയില്ലല്ലോ എന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു എന്ന് ചരിത്രം. അത്രമാത്രം റബ്ബിനെ ഭയപ്പെട്ടു. മാത്രമല്ല, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ സമ്പത്ത് മുഴുവനും ദീനിന് വേണ്ടി ചിലവഴിച്ച മഹാനാണ്. റൂമ എന്ന് പറയുന്ന കിണർ നിബിതങ്ങൾ ചോദിച്ച്, ആരുണ്ട് വാങ്ങിത്തരാൻ? അവന് ഞാൻ സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നബിയെ ഞാനുണ്ടെന്ന് പറഞ്ഞ് സമ്പത്ത് വലിയ വില കൊടുത്ത് വാങ്ങി ആ കിണർ ഇസ്ലാമിന് വേണ്ടി സ്വതക്ക കൊടുത്ത മഹാനാണ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിന്റെ അവസാനത്തിൽ ഒരുപാട് ത്യാഗനിർഭരമായ ജീവിതം നയിച്ചവരാണ്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലും സ്വഹാബികൾ ഒരു തോട്ടത്തിലിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്ന് വാതിലിൽ മുട്ടി. ആ കോട്ടയുടെ തോട്ടത്തിന്റെ വാതിൽ മുട്ടി. നബി തങ്ങൾ പറഞ്ഞു, ആരാന്ന് നോക്ക്, അവരോട് അൻദഫിൽ ജന്ന എന്ന് പറയാൻ പറഞ്ഞു. നോക്കുമ്പോ വാതിൽ തുറന്ന് നോക്കുമ്പോ അത് അബൂബക്കർ തങ്ങളാ. കുറെ നേരം ഇരുന്നു. രണ്ടാമതൊരാൾ വാതിൽ മുട്ടി. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വാതിൽ തുറക്ക്, സ്വർഗമുണ്ടെന്ന് പറയാൻ പറഞ്ഞു. അതാരായിരുന്നു? ഉമർ തങ്ങളായിരുന്നു. മൂന്നാമതൊരാൾ ഒന്ന് വാതിൽ മുട്ടിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വാതിൽ തുറക്ക്, സ്വർഗമുണ്ടെന്ന് പറയും, പക്ഷെ ചില പരീക്ഷണങ്ങൾ കടന്നു പോകാനുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ അവസാന നിമിഷത്തെ കുറിച്ചായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ചില പരീക്ഷണങ്ങൾ കടന്നു വരും, എന്നിട്ടേ സ്വർഗം കിട്ടുള്ളൂ എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് മാത്രമാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സംഭവിച്ചു. മുത്തനബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു. അബൂബക്കർ തങ്ങൾ രാജ്യം ഭരിച്ചു. ഉമർ തങ്ങൾ രാജ്യം ഭരിച്ചു. മൂന്നാമത്തെ ഭരണകർത്താവായി ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ രാജ്യം ഭരിക്കുന്നു. ശത്രുക്കൾ ഒരുപാടായി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം വളരെ ചുരുക്കമാണ്. വഫാത്ത് കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ വീടിനെ ശത്രുക്കൾ വളഞ്ഞു. അന്ന് ഭാര്യയായിട്ടുണ്ടായിരുന്ന നായില എന്ന പേരുള്ള ഒരു മഹദിയാണ്. അള്ളാഹു അവരോടൊപ്പം നമുക്ക് സ്വർഗം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളം കൊടുക്കാതെ തടഞ്ഞു എന്നാണ്. നോമ്പുകാരനാണ്. പകല് മുഴുവൻ നോമ്പ്, രാത്രി നിസ്കാരത്തിലോ രാത്രിയിൽ ഒരു റക്അത്തിൽ ഹത്തം തീർക്കും. നമ്മളാണെങ്കിൽ ഒരു റമളാൻ ഹത്തം തീർത്തിട്ടുണ്ടാ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ നിസ്കാരത്തിന്റെ ഒരു റക്അത്തിൽ ഒരു ഹത്തം തീർക്കും. അതായിരുന്നു ഇബാദത്തിന്റെ രീതി. അള്ളാഹു അതുപോലെയൊക്കെ ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പകലിൽ നോമ്പ് മുറിക്കാൻ സമയപ്പോൾ വെള്ളമില്ല, വെള്ളം കൊടുക്കാൻ ശത്രുക്കൾ സമ്മതിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഭാര്യയാകുന്ന നായില റളിയല്ലാഹു തആല അൻഹ എവിടെന്നോ തേടിപ്പിടിച്ച് കുറച്ച് വെള്ളം കൊണ്ടുവന്നപ്പോ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ കുടിച്ചു. ഇവിടെ ആരും വന്നില്ലല്ലോ, ഞാനല്ലാതെ ആരും ഇവിടെ ഇല്ലല്ലോ, ശത്രുക്കളല്ലേ പുറത്ത്, പിന്നെ ആരാ നിങ്ങൾക്ക് വെള്ളം തന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? എനിക്ക് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളവുമായി കടന്നു വന്നു, എനിക്ക് വെള്ളം തന്നു, ഞാൻ കുടിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ക്ഷമിക്ക്, നീ പൊരുത്തപ്പെട്, ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് നോമ്പ് തുറക്കാൻ അള്ളാഹു ഭാഗ്യം തരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സന്തോഷമാണ്. ഇതെന്തിന്റെ അടയാളമാണ്? ശത്രുക്കൾ എന്നെ കൊലപ്പെടുത്തുമെന്നതിന്റെ അടയാളമാണ് എന്ന് മുൻകൂട്ടി അറിഞ്ഞ മഹാനായ
മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവത്തെ ചേർത്ത് പിടിച്ച മഹാനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ഒരു ദിവസം കിടന്നപ്പോൾ നബി തങ്ങളുടെ മുണ്ട് ഇങ്ങനെ കാലിന്റെ മുകളിലേക്ക് കയറിയിരുന്നു. അബൂബക്കർ തങ്ങൾ വന്നിട്ട് പോയി, നബി തങ്ങൾ മൈൻഡ് ചെയ്തില്ല. ഉമർ തങ്ങൾ വന്നിട്ട് പോയി, നബി തങ്ങൾ മൈൻഡ് ചെയ്തില്ല. ഉസ്മാൻ തങ്ങൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ മുണ്ടൊക്കെ നേരെ പിടിച്ചിട്ടു. ആയിഷ ബി ചോദിച്ചു, നബിയെ എന്തേ ഉസ്മാൻ തങ്ങൾ വന്നപ്പോൾ മാത്രം വസ്ത്രം ഇങ്ങനെ പിടിച്ചിട്ടത്? നബി തങ്ങൾ പറഞ്ഞു, എന്റെ സ്വഹാബത്തിൽ ഏറ്റവും ലജ്ജയുള്ളത് അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്കാണ്. ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കാരണം മലക്കുകൾക്ക് പോലും ലജ്ജ വന്നിട്ടുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദുൽഹിജ്ജ 18 അന്ന്, ഹിജ്റ വർഷം 35 ദുൽഹിജ്ജ 18 അന്ന് വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നപ്പോൾ സൂറത്തുൽ ബഖറ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ ബഖറയുടെ 137 ആയത്തിലെ ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം എന്ന ആയത്തിലേക്ക് മഹാനുഭാവന്റെ രക്തം തുള്ളികൾ ചെന്ന് വീണു എന്നാണ്. ശത്രുക്കൾ കൊന്നുകളഞ്ഞു, വകവരുത്തി ശരീരത്തിന് രക്തം ചെന്ന് വീണത് സൂറത്തുൽ ബഖറയുടെ 137 ആയത്തിലെ ഫസയക്ഫീകഹുമുല്ലാഹു വഹുവസ് സമീഉൽ അലീം എന്ന ആയത്തിൽ രക്തത്തുള്ളി വീണു എന്ന ചരിത്രത്തിൽ കാണാം. അങ്ങനെ 82 വയസ്സിൽ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട, ഖബറെന്ന് കേട്ടാലേ വല്ലാതെ പൊട്ടിക്കരയുന്ന, സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ് നബി തങ്ങൾ സാക്ഷ്യം വഹിച്ച, ജീവിതത്തിൽ ഒരുപാട് പടച്ചവന് വേണ്ടി ഇബാദത്തുകൾ അർപ്പിച്ച മഹാനുഭാവൻ വഫാത്താകുമ്പോൾ 82 വയസ്സായിരുന്നു. മഹാനുഭാവന്റെ മയ്യിത്ത് നമസ്കരിച്ചത് മഹാനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹുവാണ്. പരിശുദ്ധമായ ജന്നത്തുൽ ബഖീയിൽ ഇശാ മഗ്രിബിന്റെ ഇടയിലാണ് ഖബറടക്കം നടന്നത് എന്ന ചരിത്രം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനുഭാവന്റെ ചരിത്രം പഠിക്കാൻ ഭാഗ്യം തരട്ടെ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബദറിൻ തീരം എന്ന ചാനൽ നമുക്കറിയാം. ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട്, ഇവനിത് നേതൃത്വം കൊടുക്കുന്ന ഒരു ആത്മീയ മജ്ലിസാണ്. ബദറിൻ തീരം എന്നാണ് ആ മജ്ലിസിന്റെ പേര്. പുണ്യരാക്കപ്പെട്ട ബദരീങ്ങളുടെ പേര് നടത്തപ്പെടുന്ന മജ്ലിസ്. ആ മജ്ലിസിൽ ഒരാഴ്ചക്കാലം ഏകദേശം 8-9 ദിവസം മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ചരിത്രം, ജനനം മുതൽ മരണം വരെ പ്രധാനപ്പെട്ട സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞിട്ടുണ്ട്. ബദറും തീരം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചാനൽ നിങ്ങൾ കയറുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആ ചാനലിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ചരിത്രം ഓരോ ദിവസങ്ങളായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. അള്ളാഹു ഭാഗ്യം തരട്ടെ. നബി തങ്ങൾ പറഞ്ഞ വാക്ക്, ഉസ്മാൻ തങ്ങളെ ആരിഷ്ടപ്പെടുന്നുവോ സ്വർഗമുണ്ട്, ആർക്ക് കളവാക്കുന്നുവോ, ആർക്ക് ദേഷ്യമാണോ, ആർക്ക് വെറുപ്പാണോ, അവർക്ക് നരകമാണെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, എല്ലാവരും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് രാവിലെയും വൈകുന്നേരം ഓരോ വീഡിയോകൾ ഇതിലൂടെ നിങ്ങൾക്ക് എത്തുന്നുണ്ട്. ഉപകാരപ്രദമായ അറിവുകളാണ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് കബൂലാകട്ടെ. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 2 ചാനലുകളാണ് നമ്മുടെ സംരംഭങ്ങൾ. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ പടച്ചവൻ, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ യുവാഫി നിഅമഹു യുകാഫികു മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടച്ചവനെ, മഹാനായ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം ചുരുങ്ങിയത് ഞങ്ങൾ മനസ്സിലാക്കി. ഇന്ന് മഹാന്റെ ആണ്ട് ദിനമാണ്. അല്ലാഹുവേ പൊരുത്തം തരണേ അല്ലാഹ്. ഉസ്മാൻ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ പോകാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾക്കെല്ലാം ഹൈറിന്റെ വാതായങ്ങൾ തുറന്നു തരണേ അല്ലാഹ്. മഹാനുഭാവന്റെ ജീവിതത്തിന്റെ ഈമാനിന്റെ 100 ഈമാനെങ്കിലും ഞങ്ങൾക്ക് തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്ക് സ്വർഗ്ഗം തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കമന്റിലൂടെ, നേരിട്ടും വിളിച്ചും ഫോണിലൂടെ ഒക്കെ ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവരും ഹൈറും കൊടുക്കണേ പടച്ചവനെ. പ്രവാസികൾ, നാട്ടിലുള്ളവർ എല്ലാവർക്കും ഹൈർ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു ഈ കൂട്ടായ്മ, അല്ലാഹു ദുആ ചെയ്യുന്നവർ, ഈ മജ്ലിസ് കാണുന്നവർ, അതുപോലെ ഷെയർ ചെയ്യുന്നവർ, കൽബ് നിറച്ച് ദ്വാരക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് നീ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും ദുആരക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കും. അല്ലാഹ് അനുഗ്രഹിക്കുമാറാകട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.